ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തി 3 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പ്രധാന സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഈ ആക്രമണം നടന്നത്. ആക്രമണം ഇറാനി കരാർ ലംഘിക്കുന്ന ഘട്ടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആക്രമണം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. 3 പ്രധാന കക്ഷികൾ ഉൾപ്പെടുന്നതാണ് സംഭവം. ഒന്നാമതായി ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി ഹിസ്ബുള്ള ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണിത്. അതിന്റെ ഏറ്റവും വലിയ സുഹൃത്തും പിന്തുണക്കാരനും ഇറാനാണ്. ഇറാൻ അതിന് പണവും ആയുധവും പരിശീലനവും നൽകുന്നു. ഹിസ്ബുള്ള ഇറാന്റെ പക്ഷത്ത് പോരാടുന്നു. മൂന്നാമതായി ഇറാനും അമേരിക്കയും ഈ 2 രാജ്യങ്ങളും നിലവിൽ ഒരു പ്രധാന സമാധാന കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരണവുമായി മുന്നോട്ട് വന്നു. ബെയ്റൂട്ടിൽ നടന്ന ആക്രമണം നടക്കാൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചു. പ്രത്യേകിച്ച് ഇറാനുമായുള്ള സമാധാന കരാറിന് നമ്മൾ വളരെ അടുത്തായിരിക്കുമ്പോൾ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് സമ്മതിച്ചു. ലെബനനിൽ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്ന് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിനോട് നേരിട്ട് പറഞ്ഞു. ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ഹിസ്ബുള്ളയോടും വ്യക്തമാക്കി. ഇത് ദീർഘവും സമൃദ്ധവുമായ ഒരു സമാധാനത്തിന്റെ തുടക്കമാകാം. അത് നശിപ്പിക്കരുത് എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേൽ ബെയ്റൂട്ടിനെ ആക്രമിക്കുന്നു, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, പിന്നീട് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. ഈ ചക്രം തുടരുകയാണ്. ഒരാഴ്ച മുമ്പ് ഇതേ കാര്യം സംഭവിച്ചു. ബെയ്റൂട്ടിലെ ദാഹിയയെ ഇസ്രായേൽ ആക്രമിച്ചു. ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചടിച്ചു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ യുഎസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാൻ രംഗത്തെത്തി. ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് മറുപടി നൽകുമെന്ന് ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു. യുഎസുമായി സമാധാന ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി. യുഎസിന് തങ്ങളുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിവില്ലെന്നും ഇതാണ് സയനിസ്റ്റുകളുടെ ആക്രമണം തെളിയിക്കുന്നതെന്നും ഗാലിബാഫ് എക്സിൽ കുറിച്ചു. ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലയായ ദാഹിയയിലെ അപ്പാർട്ട്മെന്റിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ വ്യോമസേന എക്സിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് തകർന്നടിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ തെരച്ചിൽ തുടരുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായാണ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നതെന്നും ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതെന്നും ഇസ്രായേൽ വ്യോമസേന അവകാശപ്പെട്ടു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ യുഎസും ഇറാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. സമാധാന കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല. എന്നാൽ ഈ കപ്പലുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ നാവികർ ഈ പിരിമുറുക്കത്തിന്റെ ആശങ്കയിലാണ്. ഹോർമൂസിൽ ഇന്ത്യക്കാരെ ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിൽ ഇന്ത്യ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണങ്ങൾ അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഹോർമൂസിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇന്ത്യയും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഭാഗം ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക ഈ പ്രദേശത്ത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ അനുവാദമില്ലാതെ ഒരു കപ്പലിനും കടന്നുപോകാൻ കഴിയില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വെള്ളിയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ വിളിക്കുകയും സിവിലിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിലെ US ആക്ടിംഗ് അംബാസഡറെ വിളിച്ചു വരുത്തി. അദ്ദേഹം കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചു. ഇന്ത്യൻ നാവികരുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം റൂബിയോ ഇതിന് മറുപടിയും നൽകി. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് കൂടുതൽ കർശനമായിരുന്നു. ഹോർമൂസിനെതിരായ ഉപരോധത്തിന്റെ ലംഘനങ്ങൾ US അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.